ഗുഡ് മോർണിംഗ്. ഇന്ന് ഡേ 2 ഓഫ് വാഗമണ്ണാണ്. തണുപ്പൊക്കെയുണ്ട്, കണ്ടില്ലേ ലിപ്സൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയി. പക്ഷേ കോടയൊന്നുമില്ല, നമ്മൾ പ്രതീക്ഷ അത്ര ഒരു തണുപ്പ് വന്നിട്ടില്ല ഇതുവരെ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കാണാം. രാവിലെ ഉറക്കം കഴിഞ്ഞിട്ട് ബ്രഷൊക്കെ ചെയ്തിട്ട് ഫുഡ് കഴിക്കാനാണ് നേരെ പോയത്. കുറച്ചേറെ മെന്യൂസ് ഉണ്ടായിരുന്നു അവിടെ. ഞാൻ ദോശയാണ് ചൂസ് ചെയ്തത്. ചായ കുടിക്കാത്ത ഞാനൊരു ചായ ഇവിടുന്ന് ട്രൈ ചെയ്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു ചായ ഇവിടുത്തെ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ വന്നത് പൂളിലോട്ടായിരുന്നു. നല്ല അടിപൊളി വ്യൂ ആണ് അവിടെ നിന്ന് കാണാനായിട്ട്. ഭയങ്കര പീസ്ഫുൾ ആയിട്ട് നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഒരു റിസോർട്ടാണ് ഇത്. ഞാൻ പൂളിൽ ഇറങ്ങിയിട്ടില്ലായിരുന്നു, റിനു മാത്രമേ ഇറങ്ങിയുള്ളൂ. കാരണം കുഞ്ഞിനെ പിടിക്കാൻ ഞാൻ മാത്രമേ ഉള്ളായിരുന്നേ. ഞാൻ അങ്ങനെ ആ വ്യൂ ഒക്കെ ആസ്വദിച്ചിരിക്കുകയാണ്. പകല് നല്ല കാറ്റായിരുന്നു, നല്ല തണുത്ത കാറ്റായിരുന്നു. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരെ റൂമിലോട്ട് വന്ന് ഡ്രസ്സപ്പ് ഒക്കെ ചെയ്തിട്ട് ഞങ്ങൾ നേരെ പോയത് വൈൻ വാലിയിലോട്ടായിരുന്നു. ഇന്നലെ ഞങ്ങൾക്ക് അങ്ങനെ എവിടെയും പോകാൻ പറ്റിയില്ല, കാരണം ഭയങ്കരമായിട്ട് ടയേർഡ് ആയിരുന്നു. ഫസ്റ്റ് വന്ന് ട്രാവലിങ്ങിന്റെ ടയേർഡ് ഉണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഇന്നലെ വെയിലത്ത് ഒത്തിരി നടന്നായിരുന്നു. ഇന്നും അങ്ങനെ വലിയ വെയിലിന് കുറവൊന്നുമില്ല, എന്നാലും നമ്മൾ ഇന്നലത്തെ അത്രയും ടയേർഡ് ആയിട്ടില്ല ഇന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ മൊത്തം നടന്ന് കുറേ സെൽഫിയും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നേ. എനിക്കിങ്ങനെ ട്രാവലൊക്കെ ചെയ്ത് വന്നിങ്ങനെ സ്ഥലങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണോ അങ്ങനെയൊക്കെ? പിന്നെ ഞങ്ങൾ എവിടെ പോയാലും കുഞ്ഞിനെയും കൊണ്ടുപോയി പോകത്തുള്ളൂ, കാരണം അവരും കാണട്ടെ സ്ഥലങ്ങളൊക്കെ. അങ്ങനെ നേരെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ടാണ് പോകുന്നത്. പരുന്തുംപാറയിലോട്ടായിരുന്നു പോകാൻ പ്ലാൻ ചെയ്തത്. അതിൻ്റെ ഇടയ്ക്ക് കയറി ഞങ്ങൾ ഫുഡൊക്കെ ഫുഡ് കഴിച്ചിട്ട് എനിക്ക് പകുതിയായപ്പോഴാണ് വീഡിയോ എടുക്കാൻ പറ്റിയത്. കാരണം എന്ന് വെച്ചാൽ കുഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. അതുകൊണ്ട് ഞാൻ കഴിച്ച് പകുതിയായപ്പോഴാണ് വീഡിയോ എടുത്തത്. പരുന്തുംപാറയിലോട്ട് പോയ റൂട്ടിൽ ഒത്തിരി കാണാനായിട്ടുണ്ടായിരുന്നു. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള റോഡായിരുന്നു, ഭയങ്കര തിരക്കൊന്നും ഇല്ലായിരുന്നു അത്രയും. അങ്ങനെ ഫൈനലി ഞങ്ങൾ പരുന്തുംപാറയിലെത്തിയേ. അവിടെ എത്തിയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു, നല്ല രസമായിരുന്നു കാണാൻ. ഞങ്ങളൊരു ഈവനിങ് ഒരു 4 മണിയൊക്കെ ആയപ്പോഴായിരുന്നു എത്തിയത്. പയൻവാലിയിൽ നിന്ന് എന്തോ ഒരു 10-30 കിലോമീറ്റർ ഉണ്ട് ഈ പരുന്തുംപാറയിലോട്ട് ട്രാവൽ ചെയ്യാനായിട്ട്. ഞങ്ങൾ സൺസെറ്റ് പ്ലാൻ ചെയ്തിട്ടാണ് വന്നത്. സൺസെറ്റ് കണ്ടിട്ടൊക്കെ പോകാമെന്ന് കരുതിയായിരുന്നു വന്നത്. അങ്ങനെ അവിടെ നിന്ന് കുറേ നേരം ഇങ്ങനെ കണ്ട് പിന്നെ അവിടെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് അവരെ കൊണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് ചുമ്മാ ഓരോ കോപ്രായങ്ങൾ ഇങ്ങനെ കാണിച്ചിരിക്കുക ഫോണുമായിട്ട്. സൺസെറ്റ് ആവണമല്ലോ. അറ്റ് ലാസ്റ്റ് ഞങ്ങൾ സൺസെറ്റൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലോട്ടാണ് വന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണുന്നിടം വരെ ബൈ.